സോ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മോർഫോളജിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയെന്നാണ്. സോ ആദ്യത്തെയാണ് കോക്കസ് റൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, ബാസിലൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോഡ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. എക്സാമ്പിൾ ബാസിലസ് സബ്ടൈലസ്. വിബ്രിയോ ഒരു കോമ ഷേപ്ഡിലുള്ള സ്ട്രക്ചറാണ്. വിബ്രിയോ കോളറേ ആണ് എക്സാമ്പിൾ. അടുത്ത സ്പൈറില റിജിഡ് ആയിട്ടുള്ള സ്പൈറൽ ഫോമാണ്. എക്സാമ്പിൾ സ്പൈറലം വൊളാൻറ്റസ്. അടുത്തത് ആക്ടിനോമൈസെറ്റസ്, അതൊരു ബ്രാഞ്ചിങ് ഫിലമെൻറ്റസ് ബാക്ടീരിയയാണ്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോമൈസെറ്റസ്. ഓക്കെ, സ്പൈറോകൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പൈറൽ ഫോമാണ്. ആക്ടിനോമൈസെറ്റസ് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഫിലമെൻറ്റസ് ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോമൈസസ്. മൈക്കോപ്ലാസത്തിന് സെൽ വോൾ ഇല്ല. കോക്കസിനെ ബേസ് കൊണ്ട് വിന്നിങ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ദ കോക്കൈ മേ റിമെയിൻ അറ്റാച്ച്ഡ് ആഫ്റ്റർ സെൽ ഡിവിഷൻ. ഇനി ഒറ്റ ഒരു കോക്കയാണെന്നുണ്ടെങ്കിൽ മോണോ കോക്കൈ ആണ്. രണ്ട് കോക്കയാണെങ്കിൽ ഡിപ്ലോ കോക്കൈ. ഒരുപാട് കോക്കയാണ് എന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ. ചെയിനിലായിട്ടാണ് കാണുന്നതെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ. കോക്കൈ രണ്ട് പ്ലെയിനിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ 4 എണ്ണമായിട്ട് കാണുന്നെങ്കിൽ ഇറ്റ് ഇസ് ടെട്രാഡ്. കോക്കൈ 3 പ്ലെയിനിലായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ 8 ക്യൂബ് ഉണ്ടാക്കുന്നതാണ് സാർസിനെ. ദെൻ സ്റ്റെഫൈലോകോക്കസ്. അപ്പം മോണോകോക്കൈ എഴുതണം. കോക്കസിൻ്റെ പ്ലൂറലാണ് കോക്കൈ. അപ്പം മോണോകോക്കസ്, ഡിപ്ലോകോക്കൈ, ദെൻ ടെട്രാഡ്, സാർസിനെ, സ്റ്റെഫൈലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, ദെൻ ഇത്ര മതി. സ്റ്റെഫൈലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ. ഇനി ബാസിലസ് എന്ന് പറയുന്നത് സിൻസ് ബാസിലസ് ഷോർട്ട് ആക്സിസ് ആണ്. ബാസിലസിന് ഇവിടെ നമ്മുടെ കോക്കസിനാണെങ്കിൽ ഫ്ലജെല്ലയൊന്നുമില്ല. ബാസിലസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കുറച്ചെണ്ണത്തിന് ഫ്ലജെല്ല ഉണ്ട്. മോണോബാസിലസ്, ഇത് മോണോബാസിലസ് സിംഗിൾ റോഡാണ്. ഡിപ്ലോബാസിലൈ. ദെൻ കൊക്കോബാസിലൈ എന്ന് പറയുന്നത് ചെറിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഷോർട്ടാണ്, ഫാറ്റാണ്. ചെറുതായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ബാസിലസുമായിട്ട് കൺഫ്യൂസ് ചെയ്യും. അതാണ് കൊക്കോബാസിലൈ. അടുത്തയാണ് സ്ട്രെപ്റ്റോബാസിലൈ. ദെൻ സ്പൈറൽ വിബ്രിയോസ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറൽ ഷേപ്ഡ് ആണെങ്കിൽ വിബ്രിയോ കേർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സ്പൈറോകൈറ്റ്സ് എന്ന് പറയുന്നത് ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സ്പൈറലും ഹെലിക്കലായിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ പോലും സ്പൈറൽ എന്ന് പറയുന്നത് ഇത്തിരി റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. വേറെ സ്പൈറോകൈറ്റ്സ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചറിനെ ബേസ് കൊണ്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ മോർഫോളജി, സ്ട്രക്ചർ ആൻഡ് അനാറ്റമി ഓഫ് ദ ബാക്ടീരിയൽ സെൽസ്. ഇത് ചോദിക്കുമ്പം ഏതൊരു ബാക്ടീരിയൽ സെൽസ് ആണോ അതിന് കോക്കസ് ആണെങ്കിലും ബാസിലസ് ആണെങ്കിലും ചില സ്ട്രക്ചേഴ്സ് അവർ കോമൺ ആയിട്ട് കാണും. ഓക്കെ, പറയുന്നതാണ് ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട്. ഏതൊരു ബാക്ടീരിയൽ സെൽവാണാണെങ്കിലും അതിനിപ്പോൾ കോക്കസ് ആണെങ്കിലും ബാസിലസ് ആണെങ്കിലും കുറേ കാര്യങ്ങൾക്ക് ഇവിടെ കോമൺ ആയിട്ട് കാണാം. അപ്പം നമ്മൾ എഴുതാനുള്ളതാണ് ഔട്ടർ ലെയറിൻ്റെ കാര്യം. ഔട്ടർ ലെയറിന് 2 എണ്ണം ഉണ്ടെന്ന് പറയണം. ഓക്കെ, റിജിഡ് ആയിട്ടുള്ളൊരു സെൽ വോളും ഉണ്ട്, ഒരു സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനും ആണുള്ളത്. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിനകത്ത് ഇൻട്രാസെല്ലുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്, റൈബോസോംസ്, മീസോസോംസ്, DNA, പ്ലാസ്മിഡ്. അഡീഷണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള സ്ലൈം ലെയർ അഥവാ ക്യാപ്സ്യൂള്, ഫ്ലജെല്ല, ഫിംബ്രിയ, പിന്നെ സ്പോർസ്. ഇതാണ് സെല്ലിൻ്റെ സ്ട്രക്ചർ. അതെന്തായാലും മസ്റ്റായിട്ട് വരയ്ക്കണം. സെൽ വോളിനകത്ത് പറയേണ്ട കാര്യങ്ങൾ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ്റെയും ക്യാപ്സ്യൂളിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയണം. ദെൻ ഗ്രാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടർ കവറായിട്ട് കാണുന്നതായിരുന്നു പെപ്റ്റിഡോഗ്ലൈക്കനും ടീക്കോയിക് ആസിഡും. ഇനി ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കനും ദെൻ ഔട്ടർ മെമ്പറൈൻ ലിപ്പോപോളിസാക്രൈഡ് ആൻഡ് ലിപ്പോപ്രോട്ടീന്. പിന്നെ നാഗ് ആൻഡ് നാമിൻ്റെ കാര്യം പറയണം. നാഗിൻ്റെ പടം വരയ്ക്കണം, നാമിൻ്റെ പടവും വരയ്ക്കണം. ഓക്കെ,
ദെൻ സെൽ വോള് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഇടയ്ക്കാണ്. ഗ്രാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കനും ഡീകോയിക് ആസിഡുമാണ്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപ്രോട്ടീൻ, ഔട്ടർ മെംബ്രെയിൻ, ലിപ്പോപോളിസാക്കറൈഡ് ആണ്. മിക്ക ബാക്ടീരിയത്തിനും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെൽ വോളാണുള്ളത്, വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ ഒരു കോംപ്ലക്സ് ഓഫ് പോളിമർ കൺസിസ്റ്റിംഗ് ഓഫ് 3 പാർട്ടാണ്. ബാക്ക് ബോണിനകത്ത് നാഗ് ആൻഡ് നാം ഉണ്ട്. ടെട്രാപെപ്റ്റൈഡ് സൈഡ് ചെയിന് നാമോയിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ആൻഡ് പെപ്റ്റൈഡ് ക്രോസ് ബ്രിഡ്ജ് ഷോർട്ട് ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അത് ഫങ്ഷൻ ഓഫ് സെൽ വോള് സെല്ലിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ റിജിഡിറ്റി. സെൽ വോളിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ദെൻ ക്യാരീസ് ബാക്ടീരിയൽ ആൻറ്റിജൻ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ വിറുലൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫോസ്ഫോലിപ്പിഡും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, വിച്ച് ഈസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അകത്ത് കാണുന്ന ഹൈഡ്രോഫിലിക് ഹെഡും പുറത്ത് കാണുന്ന ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് ലവിങ് ആണ്, അപ്പോൾ പുറത്തോട്ടാണ്. ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തോട്ട്, വിച്ച് ഇസ് മെയ്ഡപ്പ് ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫോസ്ഫേറ്റ്. അകത്തോട്ടിരിക്കുന്ന ഹൈഡ്രോഫോബിക് ടെയിലാണ്, വിച്ച് ഇസ് മെയ്ഡപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ദെൻ ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഉണ്ട്. ഇതൊരു കാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പെറിഫറൽ പ്രോട്ടീന് ഒരു റിസെപ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തയാണ് സൈറ്റോപ്ലാസം അഥവാ പ്രോട്ടോപ്ലാസം. സെല്ലിൻ്റെ ഒരു പോർഷനാണ് വിത്തിൻ ദ സൈറ്റോപ്ലാസം മെമ്പറൈന്. ഇതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് പ്രോകാരിയോട്ടിക് ക്രോമസോം ഓർ ന്യൂക്ലിയസ്, മീസോസോംസ്, റൈബോസോംസ്, സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്ലാസ്മിഡും കൂടി പറഞ്ഞു പോകും. പ്രോകാരിയോട്ടിക് ക്രോമസോംസ് ഓർ ന്യൂക്ലിയസ് ഇതൊരു ടിപ്പിക്കലി സിംഗിൾ ക്ലോസ്ഡ് സർക്കുലർ DNA ആണ്. ആണ്. ഓക്കെ, ഹാപ്ലോയിഡ് ആണ് ആൻഡ് ഡിവൈഡ്സ് ബൈ ബൈനറി ഫിഷൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്ലാസ്മിൻ്റെ ഒരു എക്സ്ട്രാ പീസ് ഓഫ് DNA ക്യാരി ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഡോട്ടർ സെൽസ് ത്രൂ ബൈനറി ഫിഷനിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് മേ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. അപ്പം മദർ സെല്ലിൽ നിന്ന് ഡോക്ടർ സെൽസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. ആൻഡ് നോൺ എസെൻഷ്യൽ ഫോർ ലൈഫ് ഫോർ ദ സെൽസ്. ചില പ്രോട്ടീൻസ് ഉണ്ട്. ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ ഡ്രഗിൻ്റെ റെസിസ്റ്റൻസും രണ്ടാമത്തെ ടോക്സിസിറ്റിയും ആണ്. സോ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് സ്മോൾ എക്സ്ട്രാ ക്രോമസോമൽ പീസിനെ ക്യാരി ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. മദർ സെല്ലിൽ നിന്ന് ഡോട്ടർ സെൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് മേ ബി ട്രാൻസ്ഫർ ഫ്രം വൺ സെൽസ് ടു അനദർ. ചില പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡ്രഗ് റെസിസ്റ്റൻസ് ടോക്സിസിറ്റിയും കാണിക്കുന്നുണ്ട്. മീസോസോംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻവാജിനേഷൻ ഓഫ് ദ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ. ഈ ബാക്ടീരിയൽ ക്രോമസോം ഈസ് അറ്റാച്ച്ഡ് ടു ദ മീസോസോംസ്. ബാക്ടീരിയയിലുള്ള ക്രോമസോംസ് ഈസ് അറ്റാച്ച്ഡ് ടു മീസോസോംസ്. ന്യൂക്ലിയർ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷന് ഒരു കോർഡിനേഷൻ മീസോസോമ കൊടുക്കും. മീസോസോംസ് ക്രോസ് വാൾ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ്, വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സൈറ്റ് ഓഫ് റെസ്പിറേറ്ററി എൻസൈംസ്. ഓക്കെ, മീസോസോംസ് എന്ന് പറയുന്ന ഇറ്റ്സ് എൻ ഇൻവാജിനേഷൻ ഓഫ് ദ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈന്. ഈ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനായിട്ട് ഒരു കണക്റ്റഡ് ഉണ്ട്. പിന്നെ ബാക്ടീരിയൽ ക്രോമസോംസ് മീസോസോംസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. സെൽ ഡിവിഷൻ്റെ സമയത്ത് ബൈനറി ഫിഷൻ്റെ സമയത്ത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അത് കോർഡിനേറ്റ് ചെയ്യും. അടുത്തയാണ് മീസോസോംസ് എന്ന് വെച്ചാൽ 70s ടൈപ്പാണ്. ബാക്ടീരിയൽ സെൽസിന് തൗസൻഡ്സ് ഓഫ് റൈബോസോംസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് അത് സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. The distinct granular appearance of prokaryotic cytoplasm is due to the presence and distribution of ribosomes. ഓഫൻ അവർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് പോളിസോംസ് ആണ് ആവുന്നത്. അപ്പോൾ 70s ടൈപ്സ് ആണുള്ളത്. ഒരുപാടെണ്ണം ചേർന്നിട്ട് പോളിസോംസ് ആവും. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാനുലർ അപ്പിയറൻസ് ആണ്. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് വാക്യൂൾസും ക്രിസ്റ്റൽസും അതേപോലെ തന്നെ സ്റ്റോറേജ് ബോഡീസാണ്. ബാക്ടീരിയ റിസർവ് ആയിട്ടുള്ള മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നത് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസിൻ്റെ ഫോമിലാണ്. ഇൻക്ലൂഷൻ അക്യുമുലേറ്റ്സ് വെൻ ദ സെൽ ഈസ് ഗ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ന്യൂട്രിയൻസിൻ്റെ പ്രസൻസിൽ ഇത് ഇൻക്ലൂഷൻസ് അക്യുമുലേറ്റ് ചെയ്യും. സോ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് വാക്യൂൾസ്, ക്രിസ്റ്റൽസ് കൂടാതെ തന്നെ സ്റ്റോറേജ് ബോഡീസാണ്. അപ്പം
സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷനകത്ത് വാക്യൂൾസ് ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്, ആൻഡ് സ്റ്റോറേജ് ബോഡീസ് ഉണ്ട്. റിസർവ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കും. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിൽ ഇൻസൊല്യൂബിൾ ആണ്. ഇൻസൊല്യൂബിൾ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്. ദെൻ സ്റ്റാർച്ച് ഓർ ഗ്ലൈക്കജൻ ഗ്രാന്യൂൾസ് എൻഡറിക് ബാക്ടീരിയ. സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബോഡിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ആൻഡ് സ്റ്റാർച്ച് ഓർ ഗ്ലൈക്കജൻ ഗ്രാന്യൂൾസ് എൻഡറിക് ബാക്ടീരിയ. പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഗ്രാന്യൂൾ റൈസോബിയം ആണ്. അതെങ്കിലും ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഗ്രാന്യൂൾസ് എന്താണ്? റൈസോബിയം ലിപ്പിഡ് റൈസോബിയം ആണെന്നല്ലേ? റൈസോബിയം. സ്റ്റാർച്ച് എൻഡറിക് ബാക്ടീരിയ, പിന്നെ പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഗ്രാന്യൂൾസ് റൈസോബിയം ആണ്. ഓക്കെ, അടുത്തയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അഡീഷണൽ സ്ട്രക്ചേഴ്സ്. ഇതിനകത്ത് വരുന്നതാണ് ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് ഒരു ജെലാറ്റീനസ് ആയിട്ടുള്ള പോളിസാക്കറൈഡാണ്. ഓർ പോളിപെപ്റ്റൈഡ് ഔട്ടർ കവറിങ് ഓഫ് certain bacteria called ഗ്ലൈക്കോകാലിക്സ്. അപ്പം നമ്മുടെ ചില ബാക്ടീരിയകളിൽ മാത്രം ഔട്ടർ കവറിങ് ആയിട്ട് കാണുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോകാലിക്സ്. ഇത് സെൽ എൻവലപ്പിന് ചുറ്റുമായിട്ടാണ് കാണുന്നത്. ഗ്ലൈക്കോകാലിക്സിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഇത് സെൽ വോളുമായിട്ട് ഫേമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ആൻഡ് സ്ലൈം ലെയർ എന്ന് വെച്ചാൽ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. അപ്പം ഗ്ലൈക്കോകാലിക്സ് ഇസ് റെഫേർഡ് ടു എസ് ക്യാപ്സ്യൂൾ, ഫേംലി അറേഞ്ച്ഡ് ആണ്. സ്ലൈം ലെയർ എന്ന് പറയുന്നത് ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പം ജെലാറ്റീനസ് പോളിസാക്കറൈഡ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ഔട്ടർ കവറിങ് ആണ് ഗ്ലൈക്കോകാലിക്സ്. ഇനി ഫേംലി അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ, ലൂസ്ലി അറ്റാച്ച്ഡ് ആണെങ്കിൽ സ്ലൈം ലെയറും ആണ്. എന്താണ് ഗ്ലൈക്കോകാലിക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ വിർലൻസ് ഫാക്ടർ തരും. ഇൻഹിബിറ്റ് ഇൻജക്ഷൻ ആൻഡ് കില്ലിംഗ് ബൈ ഫാഗോസൈറ്റോസിസ്. അടുത്തത് വിർലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മുടെ ഫാഗോസൈറ്റോസിസ് നമ്മുടെ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും അത് കൊല്ലുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ സെൽ സർഫസിലോട്ട് ഈ ബാക്ടീരിയ പോയി അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ക്യാപ്സ്യൂൾ പ്ലേ എ റോൾ ഇൻ ദ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അടുത്തയാണ് ഫ്ലജല്ല ലോക്കോമോഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് സോ ബാക്ടീരിയ ടെൻ ടു മൂവ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ സോഴ്സ് ഓഫ് സ്റ്റിമുലസിന് ടുവേർഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ എവേ വേറെ ദിശയിലോട്ടോ പോകും. ആൻഡ് ഇതിനൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് ഫ്ലജല്ല ഭയങ്കര തിന്നാണ്. ഒരു 3 to 20 µm മാത്രമേ ലോങ് ആയിട്ടുള്ളൂ. ദെൻ ബാക്ടീരിയൽ ഫ്ലജല്ല നോൺ കോൺട്രാക്റ്റൈലാണ്. സിംഗിൾ പ്രോട്ടീൻ സബ് യൂണിറ്റ് ഉണ്ട്, അതാണ് ഫ്ലജല്ലിൻ. ഇപ്പം ചിലപ്പം ഫ്ലജല്ല 5 മാർക്കിന് മാത്രമായിട്ട് ചോദിക്കാം. സോ അപ്പോഴും പറയണം ഫ്ലജല്ല എന്ന് പറയുന്ന ലോക്കോമോഷൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ്. ആൻഡ് ബാക്ടീരിയ സ്റ്റിമുലസിന് അടുത്തോട്ടും ദൂരെയായിട്ടും പോകും. കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കീമോടാക്സിസ്, ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോടാക്സിസ്, എയറോടാക്സിസ്, മാഗ്നറ്റോടാക്സിസ്. സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്യാരിയോട്ടിക് ഫ്ലജല്ല ഭയങ്കര തിന്നറാണ്. 3 മുതൽ 20 µm വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത്. ആൻഡ് സിംഗിൾ കൈൻഡ് ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ് കോൾഡ് ഫ്ലജല്ലിൻ. അപ്പം പ്രോക്യാരിയോട്ടിക് ഫ്ലജല്ലയാണ്, നല്ല തിന്നറാണ്. 3 to 20 µm ആണ് ഇതിൻ്റെ ലോങ്. ബാക്ടീരിയൽ ഫ്ലജല്ല നോൺ കോൺട്രാക്റ്റൈലാണ്. ആൻഡ് പ്രോട്ടീൻ സബ് യൂണിറ്റ് കോൾഡ് ഫ്ലജല്ലിൻ. It is anchored to the bacterial cytoplasmic membrane and a cell wall by the means of disc-like structures. Disc-like structures ഉണ്ട്. സോ 5 മാർക്കിന് ചോദിക്കുന്നെങ്കിൽ എഴുതാൻ കൂടിയാണ് പറയുന്നത്. ലോക്കോമോഷന് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലജല്ല ലോക്കോമോഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്റ്റിമുലസിന് അടുത്തോട്ടും ദൂരോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറയണം. സ്ട്രക്ചർ ഫ്ലജല്ല നല്ല തിന്നാണ്, 3 to 20 µm ഉള്ളൂ അതിൻ്റെ സൈസ്. നോൺ കോൺട്രാക്റ്റൈലാണ്. അതിൻ്റെ സബ് യൂണിറ്റ് ആണ് ഫ്ലജല്ലിൻ. ഫ്ലജല്ലം കൺസിസ്റ്റിംഗ് ഓഫ് 3 പാർട്ട്: ഫിലമെൻറ്റ്, ഹൂക്ക്, ബേസൽ ബോഡി. Flagellum is attached to the cell body by the hook and the basal body. Flagellum is attached to the cell body by the hook and the basal body, while the hook and the basal body are embedded in the cell wall. The filament is free. Basal body bears a set of rings, 1 pair in gram-positive bacteria and the 2 pair in gram-negative bacteria. Okay.
when the rings named S and M are common in both the rings named P and L. ഇനി and found only in gram negative, അതായത് ഒന്നുമില്ല, ഗ്രാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എസ് എമ്മും കാണും, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ എസ് എമ്മും കാണും. എസ് എമ്മും രണ്ടും കോമൺ ആയിട്ട് കാണും. ഇനി പി ആൻഡ് എൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഫ്ലജെല്ല സ്റ്റിമുലസിൻ്റെ കാര്യം പറയണം, സ്ട്രക്ചറാണ്, തിന്നാണ്, 3 to 220 മ്യൂമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്നൊക്കെ പറയണം. നോൺ കോൺട്രാക്റ്റ് ആണ്, ഫ്ലജെല്ലിനാണ്. ഈ ഫ്ലജെല്ല കംപ്രൈസസ് ഓഫ് 3 പാർട്സ്: ഫിലമെൻറ്റ്, ഹൂക്ക്, ബേസൽ ബോഡി. ഫിലമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബേസൽ ബോഡി ബൈ ഹൂക്ക് ആൻഡ് ബേസ്. The flagellum is attached to the basal body and by hook and flagellum is attached to the basal. Sorry, the flagellum is attached to the cell body by the hook and basal body. ഇനി റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയണം, എസ് എമ്മും എല്ലും പിയും. ഓക്കെ, ഇനി അടുത്ത സ്ട്രക്ചർ വരയ്ക്കണം. 10 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ പടം വേണം. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫിലമെൻറ്റ്, ഹൂക്ക്, ബേസൽ ബോഡി, എല്ലും പിയും എസ്സും എമ്മും റിങ്ങും വേണം കേട്ടോ. എൽ പി സം എൽ പി എസ് എം റിങ്ങും വേണം. ഓക്കെ, ഇനി 10 മാർക്കിന് ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. അടുത്തത് ഫിംബ്രി ആൻഡ് പില്ലി. ഫിംബ്രിയ എന്ന് പറയുന്ന ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. ആസ് ഓർഗൻ ഓഫ് അഡ്ഹഷൻ ഇറ്റ് കൊളനൈസസ് എൻവയൺമെൻറ്റൽ സർഫസ് ഓർ സെൽസ് ആൻഡ് റെസിസ്റ്റ് ഫ്ലഷിങ്. ദെൻ മേഡപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് പില്ലിൻ. പില്ലയ്ക്ക് 2 ഫോമാണുള്ളത്, കോമൺ പില്ലയും സെക്സ് പില്ലയും. കോമൺ പില്ലൈ ഷോർട്ട് ആൻഡ് അബണ്ടൻ്റ് ആണ്, സെക്സ് പില്ലൈ എന്ന് പറയുന്നത് ലോങ് ആണ്, കോൺജുഗേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫിംബ്രിയെ അല്ലെങ്കിൽ പില്ലൈ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. 3 to 20 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അറ്റാച്ച്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. Then colonizes environmental surface or cell or resist flushing, made up of proteins called pillin. കോമൺ പില്ലൈ ഉണ്ട്, സെക്സ് പില്ലൈ ഉണ്ട്. ഫംഗ്ഷൻ ഓഫ് ഫിംബ്രി ഓർ പില്ലൈ എന്ന് പറയുന്നത് അഡ്ഹഷന് വേണ്ടിയാണ്. ആൻഡ് ഓൾസോ ടു ഡിറ്റക്റ്റ് കെമിക്കൽ സിഗ്നൽസ്, ബാക്ടീരിയൽ സെൽ കമ്മ്യൂണിക്കേഷനും ബയോഫിലിം ഫോർമേഷനും. ഹോസ്റ്റ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ വിർലൻസ് ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് റെസിസ്റ്റിംഗ് ഫാഗോസൈറ്റോസിസ്. ഇനി എൻഡോസ്പോർ എന്ന് പറയുന്നത് പുവർ ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടീഷനാണുള്ളത്. ചില ബാക്ടീരിയയ്ക്കും പ്രൊഡ്യൂസസ് റെസിസ്റ്റൻറ്റ് സർവൈവ്, അതായത് ഒന്നുമില്ല, എൻഡോസ്പോർസ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് ചില ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് സ്പോർസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പോറിലേഷൻ. ആൻഡ് അങ്ങനെ മദർ സെല്ലിൽ തന്നെ ഇരിക്കും, ദാറ്റ് ഈസ് കോൾഡ് എൻഡോസോർ. പിന്നെ നമ്മൾ പടം വരയ്ക്കണം. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ബാസിലസ്, ക്ലോസ്ട്രീഡിയം അങ്ങനെയുള്ള ബാക്ടീരിയകളിലൊക്കെയാണ്. ദെൻ ദ എൻഡോസ്പോർ ജെർമിനേറ്റ് പ്രൊഡ്യൂസിങ് എ സിംഗിൾ വെജിറ്റേറ്റീവ് ബാക്ടീരിയം. പിന്നെ ഓട്ടോക്ലേവ് ആൻഡ് ഹോട്ട് എയർ ഓവൻ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് സ്പോർട്സിന് നമുക്ക് ആകെ കൊല്ലാൻ വേണ്ടി പറ്റുന്നത് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. അതിനുവേണ്ടി നമ്മൾ ഓട്ടോക്ലേവും ഹോട്ട് എയർ ഓവനും ഉപയോഗിക്കും. ചില കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ടുള്ള ഫോർമാൽഡിഹൈഡും മെത്തിലീൻ ഓക്സൈഡും സ്പോർട്സിനെ കൊല്ലും. അപ്പോൾ എൻഡോസ്പോർസ് എന്ന് പറയുന്നത്, എൻഡോസ്പോർസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്പോറിലേഷൻ പറയണം. പിന്നെ എക്സാമ്പിൾസ് ക്ലോസ്ട്രീഡിയം, ബാസിലസിൻ്റെ കാര്യം പറയണം. ഓക്കെ, ദെൻ സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് എങ്ങനെ കൊല്ലുന്നു, എൻഡോസ്പോർ പറയണം, സ്പോറിലേഷൻ പറയണം, എക്സാമ്പിൾ പറയണം, ദെൻ ആ ഒരു പടം വരയ്ക്കണം. ദെൻ എങ്ങനെയൊക്കെ നമുക്ക് എൻഡോസ്പോർസിനെ കൊല്ലാൻ വേണ്ടി പറ്റും അതും എഴുതണം. ചിലപ്പോൾ ഇതും 5 മാർക്കിന് ചോദിച്ചേക്കാം. ഇതൊക്കെ എഴുതണം. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഗ്രാം പോസിറ്റീവിനകത്ത് എഴുതാനുള്ളത് ഒന്ന് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ, ടീക്കോയിക് ആസിഡ് ആൻഡ് ലിപ്പോടീക്കോയിക് ആസിഡ്, കാരണം ഇത് 2 എഴുതിയാലും മതി. ഇനി ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലിപ്പോപോളിസാക്രൈഡ്, പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപോളിസാക്രൈഡ്, ലിപ്പോപ്രോട്ടീൻ, ഔട്ടർ മെംബ്രെയിൻ, അത് എഴുതണം. ഇനി പെപ്റ്റിഡോഗ്ലൈക്കനെ കുറിച്ച് പറഞ്ഞാൽ ഇത് കൂടുതലും കാണുന്ന ഗ്രാം പോസിറ്റീവിലാണ്, ഇവിടെ കുറവാണ്. ഈ പെപ്റ്റൈഡുകൾ കൂടുതലും കാണുന്ന നെഗറ്റീവിലാണ്, ഗ്രാം പോസിറ്റീവിൽ കുറവാണ്. അപ്പോൾ തന്നെ 3 പോയിൻ്റ് കിട്ടി. ഗ്രാം പോസിറ്റീവിൽ തിക്കാണ്ട് വാള്, നെഗറ്റീവിൽ തിന്നാണ് വാള്. ഒന്ന് നോക്കിയേക്കാം കേട്ടോ. പിന്നെ പെർമിയബിലിറ്റി ഗ്രാം പോസിറ്റീവ് നല്ല കൂടുതലാണ്, ഗ്രാം നെഗറ്റീവിൽ കുറവാണ്. ഗ്രാം പോസിറ്റീവിൽ മോർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ പെർമിയബിലിറ്റി ഇവിടെ കൂടുതലാണ്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പോകാൻ പറ്റും, അപ്പോൾ റെസിസ്റ്റൻ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അത് രണ്ടും ഒരുമിച്ച് എഴുതിക്കൂടെ. അപ്പം കെമിക്കൽ കോമ്പോസിഷൻ എഴുതണം. ദെൻ പെപ്റ്റിഡോഗ്ലൈക്കനും പിന്നെ ലിപ്പിഡ്സിൻ്റെയും കാര്യം പറയണം. അപ്പം 3 പോയിൻ്റായി. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം, അപ്പോൾ 4 പോയിൻ്റ്. പെർമിയബിലിറ്റി, റെസിസ്റ്റൻസ്. പെർമിയബിൾ
ആണ്, പിന്നെ റെസിസ്റ്റൻസ് കുറവാണ്. അങ്ങനെ 6 പോയിന്റ് കിട്ടിയേ. ഓക്കെ, അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഫ്ലജെല്ല, എൻഡോസ്പോർ അതെല്ലാം 5 മാർക്കിന് ചോദിക്കാം. സോ ഫ്ലജെല്ലയുടെ സ്ട്രക്ചറുണ്ട്. ഇനി എൻഡോസ്പോറിൻ്റെ സ്ട്രക്ചർ കൂടെ നോക്കാം. ഇതാണ് എൻഡോസ്പോറിൻ്റെ സ്ട്രക്ചർ. 3 6 ഒരു 6 ഇങ്ങനത്തെ സെല്ല് വരയ്ക്കണം, വെജിറ്റേറ്റീവ് സെൽസ്. ഓക്കെ, സ്പോർ കോട്ട് എൻഡോസ്പോർ റിലീസ് ആവുന്നതാണ്. ഇതാണ് സ്പോറിലേഷൻ്റെ സ്റ്റെപ്പ്. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം. കോർട്ടെക്സ്, ഇന്നർ സ്പോർ കോട്ട്, ഔട്ടർ സ്പോർ കോട്ട്, എക്സോസ്പോറിയം, കോറ്, ജെം സെൽ വാൾ. ഓക്കെ, ഇത് ഇത്ര എഴുതണം. സെൽ വാളാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 5 മാർക്കിന് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്. ഇതൊന്നും 10 മാർക്കിൻ്റെ കൂടെ എഴുതണമെന്നില്ല. ഈ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് സെപ്പറേറ്റ് സ്ട്രക്ചറായിട്ട് വരയ്ക്കുക. ഓക്കെ, സ്ട്രക്ചേഴ്സൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ.